ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ലോകത്തിലെ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ്. അതായത് ആപ്പിൾ ഐഫോൺ ഫോൾഡ് ഫോണിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതെ, ഇതുവരെ സാംസങ്, ഓപ്പോ, വിവോ പോലുള്ള ബ്രാൻഡുകൾ ഫോൾഡബിൾ ഫോൺ മാർക്കറ്റിൽ മുൻപന്തിയിലാണല്ലോ. എന്നാൽ ആപ്പിൾ ഇതുവരെ ഫോൾഡബിൾ ഫോൺ ഐഫോൺ പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ വരുന്ന ലീക്കുകളും റൂമറുകളും അനുസരിച്ച് ആപ്പിൾ ആദ്യമായി ഒരു ഫോൾഡബിൾ ഫോൺ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് റൂമറുകൾ വരുന്നത്. ആദ്യമായി ഡിസൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലീക്കുകൾ പ്രകാരം ഐഫോൺ ഫോൾഡബിൾ ഫോണിന് ഒരു ബുക്ക് സ്റ്റൈൽ ലുക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇൻവേർഡ് ഫോൾഡിംഗ് ഡിസൈൻ ആയിരിക്കും ഈ ഫോണിനുള്ളത്. ക്ലോസ് ചെയ്താൽ നോർമൽ ഐഫോൺ പോലെ ഒരു കംപാക്ട് ഫോൺ ആയിരിക്കും ഇത്. തുറന്നാൽ ഒരു മിനി ടാബ്ലറ്റ് അനുഭവം ഉണ്ട്. അതായത് ഐപാഡ് മിനി ഫീൽ വരെ ഈ ഫോണിന്റെ സ്ക്രീൻ തുറന്നു പിടിച്ചാൽ നമുക്ക് ലഭിക്കും. ആപ്പിൾ ആയതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റിയിലും മെക്കാനിസത്തിലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. പ്രീമിയം മെറ്റൽ ഫ്രെയിമാണ് വരാൻ പോകുന്നത്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഗ്ലാസ്, അൾട്രാ ടൈറ്റൻ ഓലഡ് ഡിസ്പ്ലേ എന്നിവയാണ് ഈ ഫോണിൽ പ്രതീക്ഷിക്കുന്നത്. ഡിസ്പ്ലേ ആപ്പിളിന്റെ മെയിൻ ഹൈലൈറ്റ് ആണല്ലോ. ഫോൾഡബിൾ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കർവ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. കോൾസ്, മെസ്സേജ്, വെഡ്ജറ്റ് എന്നിവയെല്ലാം അകത്ത് വലിയ മെയിൻ ഓലഡ് ഡിസ്പ്ലേയിൽ ഹൈ റീഫ്രഷ് റേറ്റോടുകൂടി സൂപ്പർ ബ്രൈറ്റ്നസിൽ ആക്യുറേറ്റ് കളേഴ്സ് ആൻഡ് ആപ്പിൾ സ്റ്റൈൽ സ്മൂത്ത്നെസ്സിലായിരിക്കും വർക്ക് ചെയ്യുക. ഗെയിമിംഗ്, മൾട്ടി ടാസ്കിംഗ്, വീഡിയോ വാച്ചിങ് എല്ലാം നെക്സ്റ്റ് ലെവൽ ആകുമെന്ന് തന്നെ പറയാം. പെർഫോമൻസിനായി ആപ്പിളിന്റെ ലേറ്റസ്റ്റ് എ സീരീസുകളിൽ ഒരു ചിപ്സെറ്റാണ് വരിക. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ആയിട്ടാണ് ഉണ്ടാവുക. ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി ഉണ്ടാകും എന്ന് തന്നെയാണ് ആപ്പിൾ അറിയിച്ചിട്ടുള്ളത്. ഇവയെല്ലാം കൂടി ഒരു ഫോൾഡബിൾ സെഗ്മെന്റിൽ സൂപ്പർ പെർഫോമൻസ് നൽകുന്ന ഒരു ഫോൺ ആവാൻ സാധ്യതയുണ്ട്. ക്യാമറ ആപ്പിളാണെങ്കിൽ കോംപ്രമൈസ് ഇല്ല. പ്രോ ലെവൽ ക്യാമറ സെറ്റപ്പും നൈറ്റ് മോഡ് ഇംപ്രൂവ്മെന്റ്സും ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ബെറ്റർ സ്റ്റെബിലൈസേഷനും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. കണ്ടന്റ് ക്രിയേറ്ററുകൾക്കായി ഒരു വലിയ പ്ലസ് ന്യൂസ് തന്നെയാണ് ഈ ക്യാമറയുടെ ഭാഗത്തുള്ളത്. ഫോൾഡബിൾ ഫോൺ ആയതിനാൽ ബെറ്റർ ഒപ്റ്റിമൈസേഷൻ വളരെ പ്രധാനമാണ്. ആപ്പിൾ ഇതിനായി ഐപാഡ് OSൽ നിന്നൊരു ഫീച്ചറസ് ബ്രോ ചെയ്യുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ, ഫോൾഡിംഗ് ആപ്സ്, ഇംപ്രൂവ്മെന്റ്, മൾട്ടി ടാസ്കിംഗ് എക്സെട്ര എല്ലാം ഉണ്ടാവുന്നതാണ്. പ്രൈസ് റേഞ്ചിങ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ സാധാരണ ഐഫോണിനേക്കാൾ വില കൂട്ടിയിട്ടായിരിക്കും ഇത് വിൽക്കുക എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളില്ല. ലീക്കുകളും റൂമറുകളും മാത്രമാണ് ഇത്. കൺഫർമേഷൻ ആപ്പിൾ ഇവന്റിന് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ഈ ഐഫോൺ ഫോൾഡ് നിങ്ങൾ പുറത്തിറങ്ങിയാൽ വാങ്ങുമോ, താല്പര്യമുണ്ടോ എന്നുള്ളതെല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക. അല്ല, നിങ്ങളുടെ അടുത്തുള്ള നോർമൽ ഐഫോൺ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള നോർമൽ ഐഫോൺ ആണോ, അതും കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫോർമാറ്റീവ് ടെക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി